ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും എൻ്റെ വീട്ടിലും അതുപോലെ എൻ്റെ വീട്ടിലും ചിലപ്പോൾ ഞാൻ ഇങ്ങനൊരു അവസ്ഥയിലായിരുന്നു എന്ന് ചിലപ്പോൾ അറിയുക പോലും തന്നെ. ഫോം മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടി ഞാൻ ഹോസ്പിറ്റലിൽ പോവാം, നിനക്ക് പറ്റുമെങ്കിൽ നീ ലീവ് എടുത്തു വാ. ചിരിച്ചു കളിച്ച് തന്നെയാണ് നിൽക്കാൻ ശ്രമിച്ചത്. ഹായ് ഹലോ ഗൈസ്, ഇറ്റ്സ് മീ റോച്ചൂസ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി കുറച്ച് നാളായി ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം ആലോചിക്കുന്നു. കാരണം എൻ്റെ ലാസ്റ്റ് വീഡിയോ ഓർമ്മയുണ്ടോ? ഞാനിവിടെ താഴെ മെൻഷൻ ചെയ്യാം. അമ്മയ്ക്ക് സർപ്രൈസ് കൊടുത്തൊരു വീഡിയോ. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല. സോ അതിൻ്റെ കാരണം ഞാൻ പിന്നീട് പറയാമെന്ന്. ആക്ച്വലി അതിൻ്റെ കാരണം ആ വീഡിയോ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, എന്താ പറയുക, ഭയങ്കര കരുതലുള്ള ഒരു ചേട്ടൻ എന്നോട് എപ്പോഴും പറയും, എടി നീ അത് അങ്ങനെ പറഞ്ഞില്ലേ, സോ അതിൻ്റെ റീസൺ എന്താണെന്നൊരു വീഡിയോ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മളെ ഒറ്റ കാര്യമില്ലാണ്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എങ്കിൽ ഇങ്ങനൊരു, അതായത് 2025 എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ ലൈഫ് ചേഞ്ചസ് ഓർ എനിക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു, അത് 2025 എൻ്റെ ആ ഒരു, ഇപ്പോൾ 2025 ഒരു മുക്കാലായി, പകുതി കഴിഞ്ഞു. അപ്പോൾ ഇത്ര നാളത്തെ എൻ്റെ ആ ഒരു ജേർണി നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യാനുള്ളത്. സോ 2025 കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് കാത്തിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ തുടങ്ങിയ ഒരു വർഷമായിരുന്നു 2025. കാരണം ഒരു ബാക്ക് 8 മന്ത്സ് എന്ന് പറഞ്ഞാൽ, അതായത് 2024 ഏപ്രിലിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ജിതിനെ ഞാൻ കണ്ടുമുട്ടി. ഞങ്ങൾ നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. സോ നമ്മൾ മാട്രിമോണി വരെയാണ് പരിചയപ്പെടുന്നത്. അവൻ പെണ്ണ് കാണാൻ വന്നു, ഞങ്ങൾക്ക് ഓക്കെ ആയി. സോ അവൻ ബഹറിലാണ് വർക്ക് ചെയ്യണത്. സോ പെണ്ണ് കണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആൾ തിരിച്ച് പോയി. പിന്നെ ഒരു 8 മന്ത്സ് നമ്മൾ ലോങ് ഡിസ്റ്റൻസിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ മനസ്സിലാക്കി. അങ്ങനെ ജനുവരി 23 ഞങ്ങളുടെ കല്യാണം തീരുമാനിച്ച് വെച്ചിരുന്നു. നേരത്തെ എല്ലാം ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്തു. സോ അന്ന് തൊട്ടേ ഞാൻ നമ്മുടെ കല്യാണത്തിൻ്റെ ഓരോ ഒരുക്കങ്ങളായിട്ട് ഡ്രസ്സ്, മെയിൻലി എനിക്ക് കോൺസെൻട്രേഷൻ എൻ്റെ ഡ്രസ്സിങ് ആയിരുന്നു. കാരണം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആവണം, ലൈക്ക് എന്തെങ്കിലും വേറെ കാണാത്ത രീതിയിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും, എന്നാൽ നമുക്കത് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ അഫോർഡബിൾ, അങ്ങനെയൊക്കെ നോക്കിയൊരു ഭയങ്കര ഒരു ഇതിലായിരുന്നു ഞാൻ. ആ ഒരു 8 മാസം ആ ഒരു ക്ലോത്ത്സിന് വേണ്ടിയിട്ടുള്ള ജേണിയും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് വന്നു. അങ്ങനെ ന്യൂ ഇയർ ആയി, നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ വരുമായിരുന്നു. പെട്ടെന്നായിരുന്നു എൻ്റെ അച്ചാച്ചൻ്റെ മരണം ഉണ്ടാവുന്നത്. ഒരു ആൾക്ക് കുഴപ്പമില്ലെന്നല്ലായിരുന്നു, ബട്ട് സ്റ്റിൽ ആൾ ഓക്കെ ആയിരുന്നു. ആൾക്ക് ജസ്റ്റിന് കിഡ്നിപരമായിട്ട് അസുഖങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോണ സമയത്ത് ജസ്റ്റിന് ഒരു ഡിസംബർ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ചുമയും ശ്വാസം മുട്ടലൊക്കെ തുടങ്ങി. അപ്പോൾ ആശുപത്രി കൊണ്ടുപോയി നമ്മൾ മരുന്ന് മേടിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് അഡ്മിറ്റ് ആവ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ അന്ന് അച്ഛൻ ലൈക്ക് എൻ്റെ കല്യാണം അടുത്ത് നിൽക്കുകയാണ്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലുള്ള ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാവും അച്ഛൻ ഇപ്പോൾ വേണ്ട, ഞാൻ പിന്നീട് വരാം എന്ന് പറഞ്ഞ് മരുന്ന് മേടിച്ച് ആൾ തിരിച്ചു വന്നു. അങ്ങനെ പോവായിരുന്നു. അപ്പം ഈ അച്ഛൻ ജനുവരി 3 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അപ്പം അതിന് തൊട്ടാഴ്ച മുന്നേ ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യണത്. അപ്പോൾ ആഴ്ചയിൽ വീട്ടിൽ വരും, തിങ്കളാഴ്ച രാവിലെ പോകും, വെള്ളിയാഴ്ച വൈകുന്നേരം വരും, അങ്ങനെയായിരുന്നു ഞാൻ. അപ്പം തിങ്കളാഴ്ച ഞാൻ പോകും, ആ ആഴ്ചയിൽ തിങ്കളാഴ്ച ഞാൻ പോകുമ്പം എന്നോട് അച്ഛൻ നീ പോയി അടുത്ത ആഴ്ച വരുമ്പോൾ നമുക്ക് ഗസ്റ്റിനെ വിളിക്കാനുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ട ഒരാളെ ഞാൻ പിന്നെ കാണുന്നത് ആശുപത്രിയിൽ അന്ന് ജനുവരി 3 അന്ന് തന്നെയായിരുന്നു ജിതിനും ബഹ്റൈനിൽ നിന്ന് കല്യാണത്തിന് വേണ്ടി ലീവെടുത്ത് നാട്ടിലേക്ക് വരുന്നത്. സോ ഞാൻ അന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ത്രില്ഡായിരുന്നു. കാരണം അത്രയും നാളുകൾക്ക് ശേഷം ജിതിനെ ഞാൻ വീണ്ടും നേരിട്ട് കാണുകയാണ്. അപ്പോൾ ഐ വാസ് പ്ലാനിങ് ടു സർപ്രൈസ് ഹിം. എയർപോർട്ടിൽ പോയി ആൾക്ക് റോസൊക്കെ കൊടുത്ത് അങ്ങനെ സർപ്രൈസ് ചെയ്യണം, അങ്ങനെ ഉള്ള പ്ലാനിലൊക്കെ നിൽക്കണം. അപ്പോൾ അന്ന് രാവിലെ എനിക്ക് വീട്ടിൽ നിന്ന്, രാവിലെ എന്നെ ഉറക്കത്തിൽ നിന്ന് എന്നെ വിളിക്കുന്നതിന് വീട്ടിൽ നിന്ന് കോൾ വന്നിട്ടാണ്. അമ്മ വിളിച്ചു, അച്ചാച്ചന് ശ്വാസം മുട്ടൽ ഭയങ്കരമായിട്ട് കൂടി, സോ ഹോസ്പിറ്റലിലേക്ക് പോവുക എന്ന് പറഞ്ഞ് ഇങ്ങനെ അമ്മ വിളിച്ചു. അപ്പോൾ അന്നേരം അച്ചാച്ചൻ എന്നോട് ഫോം മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടി ഞാൻ ഹോസ്പിറ്റലിൽ പോവാം, നിനക്ക് പറ്റുമെങ്കിൽ നീ ലീവ് എടുത്തു വാ.
ലീവ് എടുത്ത് വാന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഓഫീസിൽ ലീവ്, കാരണം ഓൾറെഡി ഞാൻ കല്യാണത്തിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ലീവൊക്കെ ചോദിച്ചു. ലീവിൻ്റെ കുറച്ചിങ്ങനെ പ്രശ്നങ്ങളായിട്ടിരിക്കുമായിരുന്നു. എന്താ ചെയ്യണമെന്ന് എനിക്കത് ഫൈനലി ഞാൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാണ് എനിക്ക് ഞങ്ങളുടെ HR കോൺടാക്റ്റ് ആയത്. അവളോട് ഞാനിങ്ങനെ കാര്യം പറഞ്ഞു, അജസ്റ്റിന് വയ്യ, ഹോസ്പിറ്റലാണ്, സോ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവളൊരു പൊക്കോ, കുഴപ്പമില്ല, എമർജൻസി അല്ലേ, പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അവിടുന്ന് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന വഴിക്കും ആക്ച്വലി എന്നെ വരുന്ന റൂട്ട് എന്ന് വെച്ചാൽ വീട് കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റൽ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് വീട്ടിൽ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് അങ്ങനെ ഒരു, പക്ഷേ എൻ്റെ ഉള്ളിൽ വേണ്ട, നേരെ ആശുപത്രി പോകാം അങ്ങനൊരു തോട്ട് വന്ന് ഞാൻ നേരെ ആശുപത്രിയിലേക്ക് തന്നെ പോയി. അവിടെ ചെന്ന് എത്തിയിട്ട് അമ്മേനെ വിളിച്ചു. അമ്മ നിങ്ങൾ എവിടെ, റൂം ഏതോന്ന് അറിയത്തില്ല, അഡ്മിറ്റ് ആക്കിയെന്ന് പറഞ്ഞു, ബട്ട് റൂം ഏതാണെന്ന് അറിയത്തില്ല. സോ ഞാൻ അമ്മേനെ വിളിച്ചു. അമ്മേനെ വിളിക്കുമ്പോൾ അമ്മ ഭയങ്കരമായിട്ട് കരയുക. അമ്മയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എഴുതി ഓടി വാ എന്നേ പറയുന്നുള്ളൂ. അപ്പം ഞാൻ, അമ്മ എന്നെ പറ്റിയപ്പോൾ അമ്മ കാര്യം പറ. അമ്മയ്ക്കൊന്നും പറയാൻ പറ്റില്ല. അമ്മ നീ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് കരയും. അപ്പോഴത്തേനും അവിടെയുള്ളൊരു സിസ്റ്റർ നേഴ്സാരാണ്ട് ഫോം മേടിച്ചിട്ട് ഇങ്ങനെ ഈ ഫ്ലോറിലാണ്, ഈ റൂമാണ്, പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ 6ാമത്തെ നിലയായിരുന്നു. ഓടിപ്പേടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു ഫ്ലോർ നിറച്ചും ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുകയാണ്. റൂമിൻ്റെ മുന്നിൽ എല്ലാ നേഴ്സുമാരും ഒരുപാട് ഡോക്ടേഴ്സ് എല്ലാവരും ഇങ്ങനെ, ആ ഫ്ലോർ നിറച്ചും ആൾക്കാർ. അവിടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ കസേരയിൽ അമ്മ വരുന്നു, ഭയങ്കര കരച്ചിൽ. എന്നെ കണ്ടത്തിന് അമ്മ പിന്നെയും നമ്മുടെ കൺട്രോൾ പോയി. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കട്ടിൽ അച്ചാച്ചന് ഇങ്ങനെ എന്തോ ഫിക്സ് പോലെ വന്ന് വായിന്ന് പതയൊക്കെ വന്ന് ഇങ്ങനെ കിടക്കുന്നു. എല്ലാവരും കുറേ ഡോക്ടേഴ്സ് ചുറ്റും എന്തൊക്കെയോ ചെയ്യുന്നു. ഒരു ഡോക്ടർ അച്ഛനെ മുകളിൽ കയറി നിന്നിട്ട് അച്ഛനെ CPR ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, എനിക്കറിയില്ല എന്ത് ചെയ്യുന്നു. ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ അച്ചാച്ചാന്ന് വിളിച്ച് ഞാൻ അച്ഛൻ്റെ കയ്യെ പിടിച്ചു കുറേ ഇങ്ങനെ വിളിക്കുക. കാരണം അവിടെ നിലത്തിരുന്നു ഞാൻ. കാരണം അപ്പോഴത്തേനും കുറേ നേഴ്സുമാർ തന്നെ പിടിച്ച് അവർ ഡോക്ടേഴ്സിനെ വർക്ക് ചെയ്യാൻ വിടുക എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് എന്നെയും അമ്മയുടെ അടുത്ത് കൊണ്ടിരുത്തി. പിന്നെ പെട്ടെന്ന് ഡോക്ടേഴ്സ് ജസ്റ്റിനെ ഇതിലാക്കി കട്ടിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ICUലേക്ക് കൊണ്ടുപോയി. അച്ചാച്ചൻ എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വരുമ്പോൾ കാണുന്നത് അച്ചാച്ചൻ ഇങ്ങനെ വായിന്ന് പതയൊക്കെ വന്ന് ആൾക്ക് ബോധമില്ല, അങ്ങനെ കിടക്കാണ്. അത് കഴിഞ്ഞാണ് ഞാൻ അറിയണത് അച്ചാച്ചന് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായതാണ്. ആളുടെ ശ്വാസം നിന്ന് പോയി. CPR കൊടുത്ത് ഒരു ചെറിയൊരു ഹാർട്ട് ബീറ്റ് തിരിച്ചു വന്നു. അപ്പം തന്നെ ആളെ വെന്റിലേറ്ററിലാക്കി. അച്ചാച്ചന് കിഡ്നിയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം കിഡ്നി വെള്ളം കിട്ടി, അങ്ങനെയാണ് ശ്വാസം മുട്ടലുണ്ടായി, കാർഡിയാക് അറസ്റ്റ് ആയതായിരുന്നു. ആ സമയത്ത് എൻ്റെ മൂത്ത ചേട്ടൻ ഇവിടെ നാട്ടിലില്ല, കാസർഗോഡിന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട് വരെ എത്തി ആളെ വിളിക്കുമ്പോൾ. രണ്ടാമത്തെ ചേട്ടൻ മാൾട്ടയിലാണ്. ഞാനേ ഉള്ളൂ അന്ന് അവിടെ ഒരു മോളായിട്ട്. അന്ന് അവർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ അച്ചാച്ചൻ ഡയാലിസിസ് ചെയ്യാൻ പോവാണ്, പക്ഷെ അത് റിസ്ക്കാണ്, മേ ബി ആ ഡയാലിസിസിൻ്റെ സമയത്ത് ചിലപ്പം BP കൂടി ആൾ മരിക്കാം, എന്തുവേണേലും ആവാം. സോ ഞാനതിന് കൺസെൻറ്റ് എഴുതി കൊടുക്കണം. അത് സൈൻ ചെയ്ത് കൊടുത്തു. അച്ചാച്ചൻ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. ഭാഗ്യത്തിന് അച്ചാച്ചന് ഒരു ഒന്നും സംഭവിച്ചില്ല. മൂത്ത ചേട്ടനെ ഞങ്ങൾ വിളിച്ച് കാര്യം പറഞ്ഞു, ഇങ്ങനെ അച്ചാച്ചന് സീരിയസ് ആയിട്ട് അങ്ങനെ ഇതങ്ങനെയാണ് കാര്യങ്ങൾ, അപ്പം ചേട്ടൻ തിരിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ തിരിച്ചു വന്ന് അന്ന് രാത്രി ആയപ്പിന്നെയാണ് ചേട്ടൻ ആശുപത്രിയിലെത്തുന്നത്. ഓൾറെഡി നമുക്ക് ഹെൽപ്പ് നമ്മുടെ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു, നമുക്ക് ചുറ്റിനും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാൾട്ടയിലുള്ള ചേട്ടനോട് ഇങ്ങനെ അച്ചാച്ചൻ ഹോസ്പിറ്റലാണ്, ഇപ്പം നീ വാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചേട്ടനെ വിളിച്ച് വരുത്തി. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവനും വന്നു. അങ്ങനെ ഞങ്ങൾ എന്നിട്ടൊരു 3 ദിവസം വരെ ഞങ്ങൾ അച്ചാച്ചന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്നതിൽ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വേറെ നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്തു. അവിടെ ചെന്ന് 24 മണിക്കൂറിൻ്റെ ഡയാലിസിസ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യിപ്പിച്ചു. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ട്രീറ്റ്മെൻറ്റ് അച്ചാച്ചന് കൊടുത്തു. ബട്ട് എന്നിട്ടും ഒരു സ്കോപ്പ് നമുക്ക് ഉണ്ടാവുന്നില്ല. അതിന് ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഡയാലിസിസ് എല്ലാം ചെയ്തു, അച്ചാച്ചൻ്റെ കിഡ്നിയും അവയവങ്ങളൊക്കെ ഇപ്പോൾ വർക്കിംഗ് ആണ്.
പക്ഷെ ആൾക്ക് ബോധം വരുന്നില്ല. സോ ബ്രെയിൻ ഡെഡ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നത്. സോ അവർക്കിനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നിങ്ങൾ സൈൻ ചെയ്ത് തരുവാണെങ്കിൽ ഞങ്ങൾ വെന്റിലേറ്റർ മാറ്റാം, അതല്ലെങ്കിൽ വെന്റിലേറ്റർ തന്നെ ആളിങ്ങനെ കിടക്കും എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞു. ഞാൻ തീരെ സമ്മതിക്കില്ലായിരുന്നു വെന്റിലേറ്റർ മാറ്റാൻ. പിന്നെ എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു. ഇത് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വെന്റിലേറ്റർ മാറ്റിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളായിട്ട് അച്ഛനെ കൊല്ലുന്ന പോലെ ഫീലാവുന്നു എനിക്ക്. പക്ഷെ വേണ്ട, വെന്റിലേറ്റർ തന്നെ കിടത്തിക്കോളെന്ന് പറഞ്ഞാൽ അച്ഛനെ അതിൽ ഏൽപ്പിക്കുന്ന പോലെ ആവുന്നു. അപ്പം എന്തൊരു ഡിസിഷൻ എടുക്കണമെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ അതിന് മുന്നേ പണ്ടാണെങ്കിലും അച്ഛൻ നേരത്തെ തൊട്ടേ പറയുമായിരുന്നു എനിക്ക് എന്തായാലും പറ്റിയ വെന്റിലേറ്റർ കിടത്തരുത് മതി, ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. സോ അപ്പം കസിൻസ് എല്ലാവരും അത് വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു. അന്ന് വൈകുന്നേരമായിരുന്നു. അങ്ങോട്ട് പറഞ്ഞു 6-ാം തീയതി, ജനുവരി 6-ാം തീയതി വൈകുന്നേരം അവൾ പറഞ്ഞു ഇന്നൊരു രാത്രിയും കൂടി നിങ്ങൾ വെന്റിലേറ്റർ വെച്ചു, നാളെ രാവിലെ ഒരു രാത്രിയും കൂടെ നമുക്കൊരു സ്കോപ്പിന് ഒരു രാത്രിയും കൂടെ എത്താം, നാളെ രാവിലെ നമുക്ക് വെന്റിലേറ്റർ മാറ്റാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തു. പക്ഷേ അച്ഛൻ ഞങ്ങളെ തോപ്പിച്ച് ജനുവരി 7-ാം തീയതി വെളുപ്പിന് 2 മണിയായപ്പോൾ ഞങ്ങളെ വെന്റിലേറ്റർ മാറ്റാണ്ട് തന്നെ ആണ് ഞങ്ങളെ വിട്ടു പോയി. ഇന്നലെ പിന്നെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മൈൻഡ് മൊത്തം മാറിപ്പോയി. ഈവൻ ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റ് കഴിയും ഒക്കെ ആയി. അങ്ങനെ തീരെ പറ്റാണ്ടായി. സോ അതെപ്പോഴും അച്ചാച്ചനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ്. എന്നെക്കൊണ്ട് പിന്നെ ഒന്നും അത് പറഞ്ഞു തീർക്കാൻ എന്നെക്കൊണ്ട് പറ്റാറില്ല. അച്ചാച്ചൻ്റെ മരണത്തിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെയായിരുന്നു എൻ്റെ കല്യാണം നടന്നത്, ജനുവരി തന്നെ. ആ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയില്ല എങ്ങനെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യണം എന്നുള്ളത്. കാരണം എൻ്റെ ലൈഫിൻ്റെ വലിയൊരു പാർട്ടായിരുന്ന ഒരാൾ എന്നെ വിട്ടു പോവുകയും ചെയ്തു. അത് ഒപ്പം തന്നെ എൻ്റെ ലൈഫിൽ വലിയൊരു പാർട്ടാവാൻ പോകുന്ന ആൾ എൻ്റെ ലൈഫിലേക്ക് വരികയും ചെയ്തു. അത് വലിയൊരു നഷ്ടവും അതിൻ്റെ ഒപ്പം വലിയൊരു ഗിഫ്റ്റ് എൻ്റെ കിട്ടുകയും ചെയ്തു. അപ്പം അതെങ്ങനെ നമുക്ക് സന്തോഷിക്കുകയാണോ സങ്കടപ്പെടുകയാണോ എനിക്കറിയില്ല ആ ഒരു അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണത്തിന് ഓക്കെ അല്ലായിരുന്നു. ലൈക്ക് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് കല്യാണം ഇപ്പോൾ വേണ്ട, നമുക്കൊരു 1 ഇയർ നീട്ടി വെക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അച്ചാച്ചൻ്റെ ആഗ്രഹം, അതായത് എൻ്റെ അച്ചാച്ചൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം നടത്തുക, അല്ലെങ്കിൽ എൻ്റെ കല്യാണം കാണുക എന്നുള്ളപ്പോൾ അച്ചാച്ചൻ്റെ ആഗ്രഹം അച്ചാച്ചൻ തീരുമാനിച്ച ഡേറ്റിൽ തന്നെ നടത്തുക എന്ന് പറഞ്ഞ് എല്ലാവരും എൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്തു. അച്ഛന്മാർ വന്ന് സംസാരിച്ചു, കൗൺസിലിംഗ് നടത്തി. അങ്ങനെ എല്ലാം കഴിഞ്ഞ അവസാനമാണ് ഞാൻ ഓക്കെ സമ്മതിച്ച്. നമ്മൾ ചെറിയൊരു രീതിയിൽ തന്നെയായിരുന്നു കല്യാണം നടത്തിയത്. അങ്ങനെ എൻ്റെ ലൈഫിലേക്ക് എൻ്റെ ജിതിൻ വന്നു. ജിതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ജിതിനെ എല്ലാവരും ഏപ്പ് അല്ലെങ്കിൽ ഏപ്പൂട്ടി എന്നാണ് വിളിക്കുക. അപ്പം ഏപ്പ് അന്ന് പറഞ്ഞായിരുന്നല്ലോ അച്ചാച്ചൻ ഹോസ്പിറ്റലായിരുന്ന സമയത്ത്, അതായത് അഡ്മിറ്റായി അന്നാണ് ഏപ്പ് നാട്ടിലെത്തിയത്. അന്ന് തൊട്ട് അച്ചാച്ചൻ്റെ ചടങ്ങുകൾ കഴിയുന്നിടം വരെ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെ എൻ്റെ അരികിൽ തന്നെ ആളുണ്ടായിരുന്നു. അതിനുശേഷം കല്യാണത്തിന് ശേഷമാണേലും ഞാൻ കുറേയൊക്കെ ഏപ്പിൻ്റെ പ്രസൻസ് ആണ് ഞാൻ കുറേയൊക്കെ ഓക്കെ ആയിരുന്നു. ആൾക്ക് 1 മന്ത് ആയിരുന്നു ലീവ് ഉണ്ടായിരുന്നത്, അതായത് കല്യാണം കഴിഞ്ഞ് കറക്റ്റ് ഒരു 1 മന്ത്. സോ ആ ഒരു 1 മന്ത് ഞാൻ ഹാപ്പി ആയി തുടങ്ങിയായിരുന്നു, ഞാൻ ഓക്കെ ആയി വന്നു. ലൈക്ക് ആളെനിക്ക് നല്ല കംഫർട്ടായിരുന്നു. അങ്ങനെ വന്ന് ഇപ്പം തിരിച്ച് ബഹ്റിന് പോയി ഫെബ്രുവരി 22-ന്. പോകുന്നിടം വരെ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ അവൻ പോയതിന് ശേഷം ഇപ്പം പോയി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കങ്ങ് വല്ലാണ്ട് വീണ്ടും പല ഓരോ കാര്യങ്ങൾ ഓർത്ത് ഞാൻ ഭയങ്കര ഡിസ്റ്റർബ് ആകുമായിരുന്നു. എനിക്കറിയില്ല ആ ഒരു മാസങ്ങൾ എങ്ങനെയാണ് അതിനെ പറയാന്നുള്ളത്. ഏപ്പിനെ പോലെ തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ വലിയൊരു സമ്മാനമാണ് ഏപ്പിൻ്റെ വീട്ടുകാരും. അച്ചായും അമ്മയാണേലും നമ്മളെ പൊന്നുപോലെ നോക്കുന്ന 2 ആൾക്കാർ. എൻ്റെ ഒരു മുഖം മാറിയാൽ അവർക്ക് മനസ്സിലാവും എന്താ കൊച്ചിന് പറ്റിയതെന്ന് ചോദിച്ചാൽ അവർ വരും. അങ്ങനെ നമ്മളെപ്പോഴും ഹാപ്പിയായി വെക്കുന്ന ഒരു അച്ഛനും അമ്മേനാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട്
അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അമ്മ ഓൾറെഡി അമ്മയ്ക്ക് അച്ഛൻ നഷ്ടപ്പെട്ട ഒരു സങ്കടത്തിൽ നിൽക്കുകയാണ്. ആ സങ്കടത്തിൽ ഞാൻ പോയിട്ട് എൻ്റെ ഒരു വിഷമമോ അല്ലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് ഒട്ടും സഹിക്കുകയില്ല. ഞാൻ അവിടെ കരഞ്ഞു കഴിഞ്ഞാൽ അമ്മ വീണ്ടും തളർന്നു പോകും. അപ്പം എനിക്ക് ഇവിടെ ആരുടെ അടുത്ത് എൻ്റെ വിഷമോ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളോ എനിക്ക് പറയാൻ പറ്റുന്നില്ല. സോ ഞാൻ അങ്ങനെ ഭയങ്കര ഒരു പിരിമുറുക്കത്തിലായി. സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ എന്നും ഏപ്പിൻ്റെ അടുത്താണ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് സങ്കടപ്പെടുക. എനിക്ക് അറിയില്ല, മിക്ക ദിവസവും ഞാൻ ഏപ്പിനെ വിളിച്ച് കരച്ചിലായിരിക്കും, ഓരോ കാര്യങ്ങൾ പറയുക. ഇങ്ങനെ എൻ്റെ മൈൻഡിൽ അച്ഛൻ്റെ മരണം എന്തോ ഞാൻ കാരണമാണ് എന്നുള്ളൊരു ചിന്ത എനിക്ക് മാറുന്നേ ഇല്ല. കാരണം എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ സാക്രിഫൈസ് ചെയ്ത പോലെ അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവൻ ആ ഒരു തിങ്ങാണ് എൻ്റെ മൈൻഡിൽ കിടക്കുന്നത്. അത് എനിക്കറിയില്ല എന്ന് അത് എൻ്റെ മൈൻഡിൽ ഇത് പോകുമെന്ന് എനിക്കറിയത്തില്ല. ഏപ്പിനെ വിളിച്ച് കരച്ചിലായിരിക്കും. അങ്ങനെ അവസാനം ഏപ്പ് അവിടുന്ന് ജോലി നിർത്തി വരാം എന്ന് വരെ പറഞ്ഞിരിക്കുന്നു. അപ്പം അവൻ ഏപ്പ് ജോലി നിർത്തി വന്നു കഴിഞ്ഞാൽ അതും എനിക്ക് ഭയങ്കര കൺസേൺ ആയി. കാരണം ബാക്കിയുള്ളവർ അതിനെ എങ്ങനെ ഇടും? കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് ഞാൻ അവൻ്റെ ജോലി കഴിപ്പിച്ചു, അങ്ങനെ ഒരു തിങ്കൊക്കെ ആയി. അപ്പോൾ എനിക്കറിയില്ല, അവൻ ജോലി കളഞ്ഞു വന്നാൽ ശരിയാവുകയില്ല, ഞാൻ ഇവിടുന്ന് ജോലി നിർത്തി അങ്ങോട്ട് പോയി ജോലി ഇല്ലാണ്ട് നിന്നാലും ശരിയാവുകയില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ഞാനൊരു ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അതിൻ്റെ ഒരു വേയിൽ കൂടെ പോകുന്നൊരു ഫീല്. വെറുതെ ഓഫീസിൽ കൊളീഗുമായിട്ട് വഴക്കുണ്ടാക്കുക, അങ്ങനെ പല പല പ്രശ്നങ്ങളിൽ. അവസാനം ഞാൻ എൻ്റെ ഓഫീസിൽ സാറിനോട് സംസാരിച്ചു, എനിക്ക് വർക്ക് ഫ്രോം തരാമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ പോയി. ഈവൻ ഞാൻ ഹാപ്പി ആവാൻ പല കാര്യങ്ങൾ ചെയ്തു നോക്കിയെങ്കിൽ അതിൻ്റെ ഒക്കെ ഒടുവിലും സങ്കടങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും അല്ലെങ്കിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും തെറ്റായി പോകുന്ന ഒരു ഫീല്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഒരു ഡൗണായി പോകുന്ന ഫീല്. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിച്ച കാര്യങ്ങളൊക്കെ. അപ്പോഴും അവൾ പറഞ്ഞു, നീ ജോലി റിസൈൻ ചെയ്ത് അവൻ്റെ അടുത്ത് പോകും, അതേ ഉള്ളൂ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ. കാരണം നമ്മൾ ഫിനാൻഷ്യൽ സെറ്റാക്കിയിട്ട് ഒന്നിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ. സോ എൻ്റെ മനസ്സിൽ പറഞ്ഞു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആളുടെ പ്രസൻസ് ഉണ്ടാവുമല്ലോ, സോ ക്ലീനിങ് ജോലിക്കെങ്കിലും പോകാം എന്നുള്ളൊരു മൈൻഡായി. അങ്ങനെ ഫൈനലി ഞാൻ ഓഫീസിൽ റിസൈൻ വെച്ചു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ബഹ്റിനിലാണ്. ഇപ്പം ഒരു 2 months ആവാനാവുന്നു. ഞാൻ ഇപ്പം നല്ല ഹാപ്പിയാണ്. സ്റ്റിൽ ഇടയ്ക്ക് ഓരോ വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും ബട്ട് എന്നെ ചേർത്ത് നിർത്താൻ അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. സോ ഐ എം ടോട്ടലി ഹാപ്പി നൗ. ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലുണ്ടായത്. അതായത് ആ ഒരു 5-6 മാസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം, ആരോടും എൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ കൂടെ പൊക്കോണ്ടിരിക്കുമായിരുന്നു ഞാൻ. അതായിരുന്നു എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. മേ ബി ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും എൻ്റെ വീട്ടിലും അതുപോലെ ഏപ്പിൻ്റെ വീട്ടിലും ചിലപ്പോൾ ഞാൻ ഇങ്ങനൊരു അവസ്ഥയിലായിരുന്നു എന്ന് ചിലപ്പോൾ അറിയുക പോലും തന്നെ. കാരണം ഞാൻ മാക്സിമം അവരുടെ മുന്നിൽ ചിരിച്ച് കളിച്ച് തന്നെയാണ് നിൽക്കാൻ ശ്രമിച്ചത്. കാരണം ഞാനൊന്ന് സങ്കടപ്പെട്ടാൽ അവർക്കും അത് സങ്കടമാവുമെന്ന് എനിക്കറിയാം. പിന്നെ ഏപ്പിന് എനിക്ക് ഈ വീഡിയോ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, ബട്ട് ആൾ ഭയങ്കര ഷൈയാണ്, വീഡിയോസിലൊന്നും അങ്ങനെ വരാൻ അങ്ങനെ അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. ബട്ട് സ്റ്റിൽ എൻ്റെ കൂടെയുള്ള ജീവിതമല്ലേ, ആളെ ഞാൻ വഴിയെ വീഡിയോയിലേക്കൊക്കെ കൊണ്ടുവരും. സോ ഇതൊക്കെയാണ് 2025 എൻ്റെ ലൈഫിലുണ്ടായത്. വലിയൊരു നഷ്ടവും അതുപോലെ വലിയൊരു സന്തോഷവും പിന്നെ കുറേ ചെറിയ ചെറിയ പൊട്ടത്തരങ്ങളും ഒക്കെ ഉണ്ടായി എൻ്റെ ലൈഫിൽ. ഒരു വലിയൊരു സങ്കടത്തിലും ഒക്കെ ആയിരുന്നു. ഇപ്പം എല്ലാം കൂടി ഞാൻ ഓക്കെ ആയി വരുന്നു. ഇനിയും ബാക്ക് ടു വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണം, നല്ലപോലെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും തരണം. സോ പുതിയ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.